റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന. അതിനകത്ത് പ്രത്യേകം ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു വചനമുണ്ട്. പൗലോസ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കൃപ എന്നെ വിജാതീയർക്ക് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുകയാണല്ലോ. ദൈവത്തിൻ്റെ കൃപയാണ് വിജാതീയർക്ക് വേണ്ടി എന്നെ കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനാക്കിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കിയ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റി എന്ന് പൗലോസ് അപ്പോസ്തലൻ ഏറ്റുപറയുന്ന ഈ വചനം വായിച്ചിട്ട് വേണം ആ ഒരു നീതിരഹിതനായിട്ടുള്ള കാര്യസ്ഥനെ കർത്താവ് ശകാരിക്കുന്നതും അയാൾ പിന്നീട് തൻ്റെ സ്ഥാനം തിരികെ എടുക്കുന്നതുമൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്. ഈ മനുഷ്യൻ പുറത്താക്കപ്പെടുന്നുണ്ട്. നീ വിശ്വസ്തനല്ല, നീ ഇനി പരാതി ലഭിച്ച യജമാനൻ അയാളെ വിളിച്ച് പറയുന്നുണ്ട്, നിന്റെ കാര്യസ്ഥതയുടെ കണക്ക് ബോധിപ്പിക്കുക, മേലിൽ നീ കാര്യസ്ഥനായിരിക്കാൻ പാടില്ല. അങ്ങനെ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ ഒരാൾ പിന്നീട് ചെയ്യുന്നത് മുഴുവൻ ക്രിസ്തുവിനെ നിരക്കുന്ന കാര്യങ്ങളാണ്. അവിടെയാണ് മാറ്റം വരണത്. വലിയ കാരുണ്യമാണ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കൊക്കെ കടമുണ്ടോ അയാളെയൊക്കെ വിളിച്ചിട്ട് അയാൾ പറയുന്നുണ്ട്, നീ എൻ്റെ യജമാനന് എന്ത് കൊടുക്കാനുണ്ട്? 100 ബെത്ത എണ്ണ കൊടുക്കാനുള്ളവനോട് 50 ബെത്ത എണ്ണ എന്ന് തിരുത്തി എഴുതാൻ പറയും. 100 കോർ ഗോതമ്പ് എന്നുള്ളത് 80 കോറാക്കാൻ പറയും. എത്ര അളവാണ് കുറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചിന്തയുണ്ടാവണം. ആ മനുഷ്യർക്ക് കാലാകാലങ്ങളോളം കൊടുത്തു വീട്ടേണ്ടിയിരുന്ന കാര്യങ്ങളാണ് ഇളച്ചു കൊടുക്കുന്നത്. ആ കരുണ കർത്താവിൻ്റെ അല്ലാതെ വേറെ ആരുടെ? ഇത്രയും നാള് അയാൾ പ്രവർത്തിച്ചിരുന്നത് കർത്താവിൻ്റെ മനസ്സിന് വിപരീതമായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അയാൾ കർത്താവിൻ്റെ മനസ്സിനനുസൃതമായിട്ടാണ്.